ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ കുഞ്ഞു ചാനലിലെ കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരു ഏർലി മോർണിംഗ് ഞാൻ 5:30 തന്നെ എണ്ണീറ്റിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ എണ്ണീറ്റ് വന്ന് ആദ്യം ചെയ്യുന്ന കാര്യം പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ കയ്യിലേക്ക് ആ ദിവസം അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ട് പ്രശ്നമൊന്നുമില്ല, ഒക്കെ തമ്പുരാൻ നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. അത് പണ്ട് മുതലേ ഉള്ളൊരു രീതിയാണ്. മിക്ക വീടുകളിലും അങ്ങനെ തന്നെയാണ് വീട്ടമ്മമാർ. എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമ്മൾ ഡെയിലി കാണുന്നതല്ലേ. TV തുറക്കുമ്പോഴാണെങ്കിലും നമ്മുടെ വീട്ടിൽ തന്നെയാണെങ്കിലും നമ്മൾ അറിയാത്ത ആൾക്കാർക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ പോലും നമ്മളുടെ നെഞ്ചൊന്ന് പെടയാറുണ്ട്. അതെല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ കൊടുക്കുക. എല്ലാ പ്രശ്നങ്ങളും പ്രകൃതിക്ഷോഭങ്ങളൊക്കെ നമ്മൾ അത്രത്തോളം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തോരം കാര്യങ്ങളാണ് നമ്മൾ ഡെയിലി ന്യൂസിലൂടെയും മറ്റും അറിയുന്നത്. നമ്മളുടെ ആരുമല്ലാത്ത ആൾക്കാരായിരുന്നിട്ട് കൂടി പോലും നെഞ്ചിനകത്തൊരു വേദനയാണല്ലേ. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ആരംഭിക്കുകയാണ്. പല്ലൊക്കെ തേച്ച് അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇനി നേരെ പോകുന്നത് കിച്ചണിലേക്കാണ്. നമ്മൾ രാവിലെ എണ്ണീറ്റ പടി തന്നെ നേരെ കിച്ചണിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബോറാട്ടോ. ഒന്ന് മുഖമൊക്കെ കഴുകി നന്നായിട്ട് പല്ലൊക്കെ ഒന്ന് തേച്ച് മുടിയൊക്കെ ഒന്ന് വാരിക്കെട്ടി നല്ല സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടണം, അല്ലെങ്കിൽ നല്ല ഭംഗിയിൽ കിട്ടണം എന്നല്ല കേട്ടോ. ഉള്ള മുടിയൊന്ന് തൂത്ത് വാരിക്കെട്ടി നല്ല നീറ്റായിട്ടാണ് നമ്മളൊന്ന് കിച്ചണിലേക്ക് കയറുന്നതെങ്കിൽ നമുക്ക് ഒരു പോസിറ്റീവ്നെസ് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ തലേ ദിവസത്തെ കൂട്ടി വെച്ചിട്ടുള്ള പാത്രങ്ങളൊന്നും ഇല്ലാന്നാണെങ്കിൽ തന്നെ നമ്മൾ ഓക്കെ ആവും. അപ്പോൾ രാവിലത്തെ മഴയെന്നല്ല, നമ്മുടെ പുറകുവശം ഫുൾ ക്ലീൻ ആക്കി കേട്ടോ. എല്ലാ വാഴയും കുറേ കാടൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം 2 പേരെ നിർത്തിയൊക്കെ ക്ലീൻ ആക്കി. മഴ തകർത്ത് പെയ്യായിരുന്നു. ഞങ്ങളുടെ ക്ലീനിങ് കഴിഞ്ഞ് എൻ്റെ പുറകെ തുടങ്ങിയ മഴയാണ്. അപ്പോൾ നമുക്കിതിൻ്റെ പുറകിൽ ഒരു ചെറിയൊരു പച്ചക്കറി തോട്ടം പോലെയൊക്കെ പിടിപ്പിക്കണം എന്നാണ്. നമുക്ക് കാണാം, എന്താകും എന്ന് കാണാം. ചെടികളൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ പുറകെ വീഡിയോയിൽ പറയുന്നുണ്ട്. നമുക്ക് അതൊക്കെ നട്ട് റെഡിയാക്കണം. പക്ഷേ മഴ അങ്ങോട്ട് സമ്മതിക്കുന്നില്ല, പുറത്തേക്ക് ഇറങ്ങാൻ പോലും പറ്റാത്ത രീതിയിലുള്ള കാറ്റും മഴയൊക്കെയാണ്. അപ്പോൾ നിങ്ങളൊക്കെ സേഫ് ആണല്ലേ? നിങ്ങൾ വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ സ്ഥലം പറഞ്ഞിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നമുക്ക് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ പരസ്പരം പ്രാർത്ഥിക്കാന്നേ. അതല്ലാതെ നമ്മുടെ കയ്യിൽ വേറെ ഒന്നുമില്ലല്ലോ. നമ്മുടെ കൈ കൊണ്ട് തടഞ്ഞു നിർത്താൻ പറ്റുന്നതോ നിയന്ത്രിച്ച് നിർത്താൻ പറ്റുന്ന കാര്യങ്ങളും അല്ല ഈ പ്രകൃതിക്ഷോഭങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ എന്നൊക്കെ പറയുന്നത്. പ്രാർത്ഥന കൊണ്ട് മാത്രമേ നമുക്ക് അതിനെ ഫേസ് ചെയ്ത് നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കുകയാണ്. നമുക്ക് രാവിലെ തന്നെ ദോശയാണ് കേട്ടോ. ദോശയ്ക്ക് ഞാനിവിടെ തക്കാളി ചമ്മന്തിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. വലിയ കാര്യമായിട്ടുള്ള റെസിപ്പിയൊന്നുമല്ല. കുറച്ച് വെളിച്ചെണ്ണയിലേക്ക് സവാളയേക്കാൾ ടേസ്റ്റ് കുഞ്ഞുള്ളിയാണ് കേട്ടോ. പിന്നെ രാവിലെ തന്നെ കുത്തിരുന്ന് പൊളിക്കാനുള്ള മടി കൊണ്ടിട്ടാണ്. കുറേയൊക്കെ പൊളിച്ച് വെച്ചതൊക്കെ ഉണ്ടായിരുന്നതൊക്കെ തീർന്നു. പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മുടെ സവാളയും കൂടിയിട്ട് വാട്ടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. കുറച്ചധികം ക്വാണ്ടിറ്റി സവാള ഉണ്ട്. അപ്പോൾ ഫ്ലാസ്കിൽ ചായ എടുക്കുന്നത് ഞങ്ങളുടെ ആൻറ്റിക്കാണ് കേട്ടോ. ഞങ്ങളുടെ ആൻറ്റിക്ക് രാവിലെ തന്നെ ചായ വേണം. അപ്പുറത്തെ തറവാട്ടിലാണ് താമസിക്കുന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ ഫുഡെല്ലാം വെച്ചുകൊണ്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 7 മണിയാകുമ്പോൾ തന്നെ രാവിലെ ഫസ്റ്റ് കട്ടൻ ചായ ഈ പാനിക്ക് കൊണ്ടേ കൊടുക്കും. അപ്പോൾ നമ്മൾ വാട്ടി വന്നിട്ടുള്ള നമ്മുടെ സവാളയുടെ കൂട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും പൊടികളും മഞ്ഞളും മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. വേറെ വലിയ റെസിപ്പിയൊന്നുമില്ല. ഇത്രേ ഉള്ളൂ. നന്നായിട്ടൊന്ന് അങ്ങോട്ട് വഴണ്ട് വരണം. ശരിക്കും വഴണ്ട് വരണം, പച്ച ടേസ്റ്റ് ഉണ്ടാവരുത്. അപ്പം നമ്മൾ തക്കാളി ഇടുമ്പോഴാണെങ്കിലും തക്കാളി നല്ല അസലായിട്ട് വഴണ്ട് വരണം കേട്ടോ. നന്നായിട്ട് വഴണ്ട് വരുന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല ആ ഒരു രുചിക്ക് തക്കാളി ചട്നി കിട്ടത്തുള്ളൂ. അപ്പോൾ അത് അവിടെ ഇരുന്ന് വെന്ത് വന്നോട്ടെ നന്നായിട്ട്. എനിക്ക് ഇത്തിരി ക്ഷമ കുറവായതുകൊണ്ടിട്ട് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്കൊന്ന് കുത്തി നോക്കും. ഇത് കുട്ടികൾക്ക് സ്കൂളുണ്ടായ ദിവസത്തെ ഒരു വ്ളോഗാണ് കേട്ടോ. നമുക്ക് ഈ ആഴ്ച ആദ്യത്തെ ദിവസം ക്ലാസ് ഉണ്ടായാലും അത് കഴിഞ്ഞിട്ടാണല്ലോ ഇപ്പോൾ അവധിയൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ദിവസം രാവിലെ തന്നെ സ്കൂളിൽ വിടണം. അപ്പോൾ ഇവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ദോശമാവ് കണ്ടപ്പോൾ ദോശ തന്നെ മതി ഉച്ചയ്ക്കും കൊണ്ടുപോകാൻ എന്നാണ് പറയണത്. അപ്പോൾ നമ്മൾ പിന്നെ രാവിലെ തന്നെ കുട്ടികളടുത്ത് തർക്കിച്ചിട്ട് കാര്യമില്ല. കാരണം ഇടയ്ക്ക് അവരുടെ ഇഷ്ടം കൂടി ഒന്ന് പരിഗണിക്കണം. എന്നും ഈ ചോറാകുമ്പോഴത്തേനും ഒരു ബുദ്ധിമുട്ടാണ്. നമുക്കും അങ്ങനെ തന്നെയല്ലേ, ചോറെന്ന് പറയുന്നത് എന്നും കഴിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അവർക്ക് ദോശ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ 2 ചിക്കൻ പീസും കൂടി വറുത്ത് വെച്ചിട്ടാണ് കേട്ടോ ലഞ്ച് ബോക്സ് പാക്ക് ചെയ്തത്. അപ്പോൾ ഈ ചമ്മന്തിയും ദോശയും ചിക്കനുമാണ് അവർക്ക് ഉച്ചക്ക് കൊടുത്തു വിട്ടത്. അവർ പോയപ്പോഴും വന്നപ്പോഴൊക്കെ ഭയങ്കര മഴയായിരുന്നു. പിറ്റേ ദിവസം മുതൽ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ട് നമുക്ക് അവധിയായിരുന്നു. അപ്പോൾ ഞാൻ വാടി വന്ന തക്കാളി നന്നായിട്ട് തണുത്ത് കഴിഞ്ഞപ്പോഴത്തേനും അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കടുക് പൊട്ടിച്ച ശേഷം ആ അരച്ച മിക്സ് നമ്മൾ അതിലേക്ക് എടുത്തു. എൻ്റെ ഒരു തക്കാളി ചമ്മന്തിയുടെ പ്രിപ്പറേഷൻ ഇങ്ങനെയാണ് കേട്ടോ. എനിക്ക് ഇങ്ങനെ അറിയുള്ളൂ. ഈ തമിഴ് ചാനലൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര വെറൈറ്റി രീതിയിലൊക്കെ തക്കാളി
ചമ്മന്തി വെക്കുന്നത് കാണാം. ഭയങ്കര ടേസ്റ്റ് ആണെന്നൊക്കെ പറയുന്നേക്കാം. ഒരു ദിവസം നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ തമിഴ് രീതിയിലുള്ള വേറൊരു വിഭവം ഞാനിന്ന് ഇതിൽ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ദോശയൊക്കെ റെഡിയാക്കാണ്. ജോക്കുട്ടനാണ് ഫസ്റ്റ് എഴുന്നേറ്റ് വന്നത്. അപ്പോൾ എന്താ ദോശ അവന് വേഗം പല്ലും മുഖമൊക്കെ കഴുകി വൃത്തിയാക്കി പല്ലൊക്കെ തേപ്പിച്ച് അവിടെ ഇരുത്തി അവന് വേഗം ദോശ കൊടുത്തു. പിന്നെ ആകെ കൂടെ തിരക്കായിരുന്നു കേട്ടോ. പിന്നെ അതായത് കുട്ടികൾ പോയി കഴിഞ്ഞ ശേഷം ഞാൻ വീടൊക്കെ ക്ലീൻ ചെയ്തിടാണ്. മഴ കാരണം മുറ്റത്തു നിന്നൊക്കെ ഈ ചവിട്ടി കയറ്റി ആകെ ചെള്ളയാണ്. നല്ല വേനലിന്റെ സമയത്തൊക്കെ ഇങ്ങനെ തുടച്ചങ്ങോട്ട് നീങ്ങുമ്പോൾ തന്നെ തുടച്ച വശം അങ്ങോട്ട് ഉണങ്ങും. പക്ഷെ ഇപ്പോൾ ഫാനൊക്കെ ഇട്ട് അല്ലെങ്കിൽ പിന്നെ വേറൊരു ഉണങ്ങിയ തുണിയൊക്കെ കൊണ്ടുവന്നിട്ട് തുടച്ചാൽ മാത്രമേ ഉണങ്ങത്തുള്ളൂ. നമ്മൾ ഒന്നാമതേ മഴ ആകുമ്പോൾ തന്നെ വീടിൻ്റെ അകത്ത് ഒരു പൊട്ടമണാണ്. അലക്കിയ തുണി എല്ലാം വീടിൻ്റെ അകത്താണ് ഇട്ടേക്കണത്. കാരണം നമുക്ക് ഇടാൻ വേറെ വഴിയില്ല, വേറെ ഇടയില്ല. നമ്മൾ വെള്ളമില്ലാത്ത അപ്പോൾ കിടക്കാത്ത ഒരു മുറി നമുക്ക് ഒഴിവുണ്ടല്ലോ. അപ്പൊ അതിലാണ് നമ്മൾ അലക്കിയ തുണിയെല്ലാം സ്റ്റാൻഡിലും അവിടെ ഒരു അഴ കെട്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഇടുന്നത്. നമ്മൾ എത്രയൊക്കെ ശ്രമിച്ചാലും ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. നമ്മളിപ്പോൾ എത്ര വൃത്തിയിൽ ഇടണം എന്ന് വിചാരിച്ചാലും മഴക്കാലം വരുമ്പോഴത്തേനും അതൊക്കെ കണക്കാണ്. പിന്നെ നമ്മൾ കുട്ടികളുള്ള വീടാകുമ്പോഴത്തേനും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ പറയും ചേച്ചി ഭയങ്കര ഒരു വീഡിയോയിൽ വരുന്ന കേട്ടോ, നിങ്ങൾ ഇത്ര വൃത്തി കാണിക്കണം. അത് വൃത്തിയല്ല, അതൊക്കെ ബേസിക് ഹൈജീൻ്റെ കാര്യങ്ങളാണ്. വൃത്തിയാണ്, പക്ഷെ അതൊക്കെ ബേസിക് ആയിട്ടുള്ള ഹൈജീൻ്റെ കാര്യങ്ങളാണ്. അപ്പോൾ മഴയൊന്ന് തുറന്നപ്പോഴത്തേനും വെള്ളം ഒന്ന് വലിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇവിടെ ഇങ്ങനെയാണ് കേട്ടോ, ഒന്ന് വെയിൽ കണ്ട അപ്പം തന്നെ വെള്ളം വലിയും. മഴ പെയ്താൽ വെള്ളം ഇങ്ങനെ പുഴ പോലെ ഇങ്ങനെ കിട്ടും. അപ്പോൾ പിള്ളേരൊക്കെ പോയി കഴിഞ്ഞ് ലഞ്ചൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞ് എൻ്റെ അകത്തുള്ള ക്ലീനിങ് എല്ലാം കഴിഞ്ഞ ശേഷമുള്ള പാത്രം കഴുകലാണ്. അതൊക്കെ പെട്ടെന്ന് തീരും കേട്ടോ. അപ്പം ഞാൻ രാവിലെ തന്നെ ഉണ്ടാക്കിയ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അവിടെ ഒരു പുട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഏട്ടന് രാവിലെ ദോശ വേണ്ടാന്ന്, ദോശ അങ്ങനെ വലിയ ഇഷ്ടമല്ല ആൾക്ക്. അത് പിന്നെ അതിൽ ഊത്തപ്പൊക്കെ ആക്കി കൊടുത്താൽ കഴിക്കും. അപ്പം ഞാൻ ഒരു പുട്ടിനുള്ള പൊടി നനച്ചിട്ട് കുറച്ച് കറി ഉണ്ടായിരുന്നു, തലേ ദിവസത്തെ നോൺ വെജ് കറി ഉണ്ടായിരുന്നു, അതും കൂട്ടിയിട്ടാണ് ഞാൻ ഏട്ടന് കൊടുത്തത്. അപ്പം എനിക്ക് ഇന്ന് കുറച്ച് ചെടികളൊക്കെ മേടിക്കാൻ പോകണം. ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ പുറകിൽ ക്ലീൻ ആക്കിയിട്ടുണ്ട്. നമുക്കൊരു കുഞ്ഞടുക്കളത്തോട്ടം ഉണ്ടാക്കി എടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ചെടികളൊക്കെ മേടിക്കാൻ വേണ്ടി പോകണം. അപ്പം നേരത്തെ തന്നെ ഞാൻ ഫുഡൊക്കെ വെച്ച് വെക്കുകയാണ് കേട്ടോ. ഉച്ചയ്ക്ക് മുന്നേ തന്നെ എൻ്റെ സകല പണിയും കഴിഞ്ഞു. ഏകദേശം ഒരു 12 മണിയാകുമ്പോഴത്തേക്ക് എൻ്റെ പണി കഴിഞ്ഞു. അപ്പോൾ ഏട്ടൻ പറഞ്ഞു 12 മണിക്ക് ഞാനൊന്ന് ഓടി വരാം, അരമണിക്കൂർ ഒരു ഗ്യാപ്പ് ഉണ്ട്, ആ ഗ്യാപ്പ് കൊണ്ട് നമുക്കൊന്ന് ഓടിപ്പോയിട്ട് സാധനങ്ങൾ മേടിച്ചിട്ട് വരാം. അപ്പോൾ ഏട്ടൻ ഇപ്പോൾ പോയിട്ടില്ല, റെഡി ആവുന്നേ ഉള്ളൂ ഓഫീസിലേക്ക് പോകാൻ വേണ്ടി. ഭക്ഷണമൊക്കെ കഴിച്ച ശേഷം അവിടെ റെഡി ആവുന്നതേ ഉള്ളൂ. അപ്പം ഞാൻ ആ നേരം കൊണ്ട് വേഗം നമ്മൾ രാവിലത്തെ പണിയൊക്കെ തീർക്കുകയാണ്. ഉച്ചക്കത്തേക്ക് നമുക്ക് കുറച്ച് കറികളൊക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ട് ഈ വെക്കുന്ന കറികളൊന്നും ഉച്ചക്കത്തേക്ക് ഞാൻ എടുക്കില്ല. നമ്മുടെ വീട്ടമ്മമാർ അങ്ങനെയാണല്ലേ, വെക്കുന്ന കറികൾ നമ്മൾ അപ്പം എടുക്കില്ല. നമ്മൾ ഉള്ള കറികളുണ്ട് പലപ്പോഴും അഡ്ജസ്റ്റ് ചെയ്യും. ഒത്തിരി അഡ്ജസ്റ്റ് ചെയ്യണ്ട കേട്ടോ. അപ്പം നമുക്കിഷ്ടം തന്നെ കഴിക്കുന്നതിന് എന്താ ബുദ്ധിമുട്ട്? എൻ്റെ തൊണ്ടയ്ക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പം അതങ്ങോട്ട് വിട്ട് മാറിയിട്ടില്ലേ, തണുപ്പ് മാറുമ്പോഴത് റെഡി ആവത്തുള്ളൂ. അപ്പം ഞാൻ തേങ്ങ അരച്ചെടുക്കുകയാണ് മോരുചാറിന് വേണ്ടിയിട്ടുള്ള. കുമ്പളങ്ങ അവിടെ മഞ്ഞളും മുളകും വെള്ളമൊക്കെ ഉപ്പൊക്കെ ഇട്ടിട്ട് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അവിടെ വേഗം വേണ്ടി വെച്ചിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള തേങ്ങ കൂട്ട് റെഡിയാക്കി അരച്ചെടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് തൈര് ഒഴിച്ച്, തൈരല്ലല്ലോ എനിക്ക് മോരാണ് ഇപ്രാവശ്യം കിട്ടിയത് കേട്ടോ. അപ്പോൾ കുമ്പളങ്ങ മോര് കറി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ ഈ മോര് നല്ല പുളിയുള്ള കട്ടി മോരാണ്. പക്ഷെ എല്ലാം കൊള്ളാം, സാധനം അടിപൊളിയാണ്. പക്ഷെ ഈ കെട്ടാണ് എനിക്ക് പറ്റാത്തത്. ഈ പാക്കിംഗ് ആണ്. എത്ര നേരം പിടിച്ച് നീ റബ്ബർ ബാൻഡ് ഒന്ന് ചുറ്റി ഞാൻ ഈ കിടന്ന് അവസാനം ഇങ്ങനെ മുറിച്ച് കളഞ്ഞാലോ, വേണ്ട സൂക്ഷിച്ചെടുക്കാന്ന് പറഞ്ഞ് പിന്നെ പയ്യെ അതങ്ങാണ് ഞാൻ അഴിച്ചെടുത്തു. കുറെ നേരം പിടിച്ചത് അഴിച്ചെടുക്കാനായിട്ട്. അപ്പൊ ഞാൻ കുറച്ച് മോരും കൂടി ഒഴിച്ച ശേഷം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോഴും ഞങ്ങളുടെ ഇവിടെ മഴ പെയ്യാണ് കേട്ടോ. ഞാൻ വേണമെങ്കിൽ ഈ വോയിസ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ബാക്കിലെ മഴയുടെ ഒരു എരമ്പലൊക്കെ കേൾക്കാം. അപ്പൊ നമ്മുടെ കുമ്പളങ്ങ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഈ കളർ കണ്ടപ്പോൾ ഒന്ന് പേടിച്ചു. ഇതിന് മുമ്പും എനിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പം ഞാൻ ആ കടയിലെ ചേച്ചിനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് പുഴുങ്ങി ഉണക്കി പൊടിച്ച മഞ്ഞളാണെങ്കിലാണ് ഇങ്ങനെ ചുമപ്പ കളർ പോലെ വരുന്നത്. അപ്പം പേടിക്കാനൊന്നുമില്ല. അപ്പം അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച തേങ്ങയുടെയും മോരിൻ്റെയും കൂട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പുറകെ നമ്മൾ കടുകും താളിച്ച് ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ ഇതൊക്കെ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് റെസിപ്പി പറയാത്ത കാരണം നമ്മൾ ഇതിന് മുന്നേ ഒത്തിരി വട്ടം കാണിച്ചിട്ടുണ്ട്. ഇതിന് നിങ്ങൾക്ക് ഇങ്ങനെ റെസിപ്പി വേണം എന്നാണെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ, ഞാനത് ഷോർട്സിൽ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് നമ്മുടെ പുറകുവശം ക്ലീൻ ആക്കിയപ്പോഴത്തേനും കുറച്ച് പിണ്ടിയും അതുപോലെ തന്നെ വാഴപ്പിണ്ടിയും കുറച്ച് വാഴക്കൊടപ്പനൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ഓടി വന്നപ്പോഴത്തേനും കായ്ച്ചു വന്ന ഒരു കൊല നമ്മുടെ ബംഗാളി ചേട്ടൻ വെട്ടിക്കളഞ്ഞു. ഇതാണ്
അയ്യോ എനിക്ക് സങ്കടമായി പോയിട്ട്. നമുക്കൊരു കൊല കിട്ടിയാനെ. കണ്ടോ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കായയാണ്. അത് പഴമായി വരാനുള്ള പാകത്തിന് അത് മാത്രം ഒന്ന് നിർത്തായിരുന്നു. പക്ഷെ ഞാൻ പറയാൻ വേണ്ടി ഓടി വന്ന നേരം കൊണ്ട് ഒരൊറ്റ വെട്ടിന് ആ വാഴ അയാൾ നിലത്തിട്ടായിരുന്നു. പിന്നെ എന്തോ ചെയ്യാനാ, നമുക്കൊന്നും അതേ ഭാഷ അറിയില്ല. ജപ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കൊട്ടും മനസ്സിലാവത്തുമില്ല. പിന്നെ കൈയും കാലും കൊണ്ടൊക്കെ കാണിച്ചറിയാവുന്ന അരമുറി ഹിന്ദിയൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ തട്ടിപ്പിടിച്ച് നിൽക്കണത്. പക്ഷെ ഞാൻ പൊളിച്ചിങ്ങനെ വരും തോറും എല്ലാം ഇങ്ങനെ വാഴയായിട്ടല്ല പഴമായിട്ട് വരുന്ന പാകത്തിനാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പൊ എനിക്ക് ഭയങ്കര വിഷമം തോന്നി അയ്യോടാ. പക്ഷെ ഞാനിത് കളഞ്ഞില്ല, ഞാനത് കൂട്ടാൻ വെച്ചെന്ന് വെച്ചാൽ അന്ന് വെച്ചില്ല. പിറ്റേ ദിവസം ഞാൻ കുറച്ച് ചെമ്മീനിട്ട് ഒന്ന് മെഴുക്ക് വരട്ടിയാക്കി എടുത്തു. നല്ലതായിരുന്നു. പക്ഷെ എന്നാലും വാഴക്കുടപ്പനോ അല്ലെങ്കിൽ കായോ വെക്കുന്ന ഒരു ടേസ്റ്റ് അല്ല, വേറൊരു രുചിയാണ്. അപ്പൊ ഇതാ വിജയ് സേതുപതി കുക്ക് വിത്ത് കോമാളിയില് ഭയങ്കര ഫേമസ് ആക്കിയ ഒരു ബീൻസ് പൊരിയലിന്റെ റെസിപ്പിയാണ്. പക്ഷെ ഞാൻ ആ ഒരു രീതിയിൽ തന്നെയല്ല, എന്നാലും എൻ്റെ ഒരു വേ ഓഫ് കുക്കിങ്ങിലാണ് ഞാൻ വെച്ചത്. കുറച്ച് ഉഴുന്നുപരിപ്പല്ലല്ലോ, ഉഴുന്നുപരിപ്പ് ഇട്ടിട്ടുണ്ട്. നമ്മുടെ പൊട്ടുകടല പോലത്തെ പരിപ്പുണ്ടല്ലോ, കടലപ്പരിപ്പും ഇച്ചിരി ഉഴുന്നും ഇച്ചിരി ജീരകവും 2-3 വറ്റൽമുളകും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി മാറ്റി ഒന്ന് പൊടിച്ചെടുക്കുക. എന്നിട്ട് അതേ ചട്ടിയിൽ തന്നെ കടുക് പൊട്ടിച്ച് വേപ്പില ഇടുക. നമ്മുടെ സവാളയോ ചെറിയുള്ളിയോ എന്താന്ന് വെച്ച് ഇട്ട് കൊടുക്കാം. കൂടുതൽ എരിവ് ഞാൻ അങ്ങനെ ഇട്ടില്ല, കുറച്ച് എരിവ് ഇട്ടുള്ളൂ. പക്ഷെ കുറച്ചുകൂടി എരിവ് വേണം എന്ന് എനിക്ക് തോന്നി. കുറച്ച് മുളക് പൊടി ഇട്ടുള്ളത് കാശ്മീരി ചില്ലിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അത്രയ്ക്ക് എരിവൊന്നും അതിനുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾ പൊടിയൊക്കെ ഇട്ട ശേഷം ആ മസാലക്കൂട്ട് നന്നായിട്ടൊന്ന് മൊരിച്ചു വന്നപ്പോഴത്തേനും ചെറുതായിട്ട് അരിഞ്ഞു വെച്ച ബീൻസ് ഇട്ടിട്ടുണ്ട്. ഇതിൽ എനിക്ക് പറ്റിയൊരു ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉഴുന്ന് ഇതിന്റെ കൂടെയിട്ട് കടുകിന്റെ കൂടെയിട്ട് പൊട്ടിച്ചാൽ മതിയായിരുന്നു. പക്ഷെ ഉഴുന്ന് അതിന്റെ കൂടെയിട്ട് മിക്സ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായില്ല. എന്നിട്ട് അതൊന്ന് അടച്ചു വെക്കുക. മറ്റേ ആ കൂട്ടുണ്ടല്ലോ, പരിപ്പും ഉഴുന്നും ഒക്കെ ഉള്ള കൂട്ട് ടേസ്റ്റ് വ്യത്യാസമൊന്നും ഉണ്ടായില്ല കേട്ടോ. നല്ലത് തന്നെയായിരുന്നു. നമുക്കിങ്ങനെ ഇടയ്ക്ക് കടിക്കാനൊക്കെ ഉണ്ടാവും ഇതിൻ്റെ അകത്ത്. അതൊന്ന് പൊടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ തന്നെ പൊടിച്ച് വരുമ്പോൾ തന്നെ ഒരു പ്രത്യേക മണാണ്. പരിപ്പ് വറുത്തതിൻ്റെയും ഉഴുന്ന് വറുത്തതിൻ്റെയും ഒരു മണം വരുമ്പോൾ തന്നെ സൂപ്പറാണ്. അതിലേക്ക് ഞാൻ ഒരു ചെറിയ കപ്പ് തേങ്ങ ഇട്ടിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുത്ത് വന്ന ശേഷം ബീൻസ് നന്നായിട്ട് വെന്ത് വരുമ്പോഴത്തേനും ഈ തേങ്ങാക്കൂട്ട് അതിലേക്ക് ഇട്ടോളാം. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഉഴുന്ന് നിങ്ങൾ ഇതിന്റെ കൂടിയിട്ട് അരയ്ക്കണ്ട. വറുത്തിട്ട് അരച്ചത് കൊണ്ട് അങ്ങനെ വലിയൊരു ബുദ്ധിമുട്ടുണ്ടായില്ല. നിങ്ങൾ കടുക് പൊട്ടിക്കുമ്പോൾ കൂടിയിട്ട് ഒന്ന് മൂപ്പിച്ചോളൂ. അതായിരിക്കും ഇതിനേലും ടേസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് നിനക്കൊന്ന് കടിക്കാനൊക്കെ കിട്ടുമല്ലോ. അതിനുശേഷം അതിലേക്ക് തേങ്ങാക്കൂട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ആ തേങ്ങ വേകാൻ എടുക്കുന്ന ഒരു സമയം വരെ ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക. അപ്പൊ അതൊക്കെ റെഡി ആയപ്പോൾ ഇതിനേട്ടം വന്നത് ആ സമയമായി വേഗം എനിക്കൊന്നും ശരിക്കൊന്ന് ഡ്രസ്സ് ചെയ്യാൻ പോലുള്ള സമയം മനുഷ്യൻ തന്നില്ല. പട്ട എന്ന് പറഞ്ഞ് വേഗം കിട്ടിയ ഡ്രസ്സ് എടുത്തിട്ട് ഞാൻ വേഗം ചെടിക്കടയിലേക്ക് പോയി. കാരണം ഇപ്പോൾ ചെന്നാലേ പറയുന്നിടത്ത് ഓടിച്ചെന്നാലേ എനിക്ക് എൻ്റെ കാര്യം നടക്കുള്ളൂ. കാരണം ഇത് കാറ് വേണം ഈ ചെടിയൊക്കെ വലിച്ചുകൊണ്ട് വരണമെങ്കിൽ. ബൈക്കിനോ ഓട്ടോറിക്ഷയ്ക്കോ പോയിട്ടുണ്ടെങ്കിൽ അത് ശരിയാവത്തില്ല. കാരണം എനിക്കിത് ചുമന്നിട്ട് വരാൻ പറ്റില്ല. കടക്കാരാണെങ്കിലും അവർ കൊണ്ടുവന്ന് വെച്ചൊക്കെ തരണ്ടേ. അപ്പൊ ഞാൻ നമ്മുടെ ഒരു ക്രീപ്പിംഗ് പ്ലാന്റ് ഉണ്ടല്ലോ, കാറ്റ്സ് ക്ലോ എന്ന് പേരുള്ളത്, അത് തപ്പി അടക്കാറുണ്ട്. ഞാൻ ആ പേര് പറയുമ്പോൾ ചേട്ടന് വേറെ ചെടിയൊക്കെ കാണിക്കണം. അപ്പൊ ഞാനിങ്ങനെ ആക്ഷനൊക്കെ കാണിച്ചു കൊടുത്തു. ഒരു 3 മുള്ളു പോലെ ഉണ്ട്, പൂച്ചയുടെ നഖം മാതിരി ഇരിക്കണം എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുത്ത് ഇങ്ങനെ നടക്കണം. അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് ആണ് കേട്ടോ. നമുക്ക് നല്ല അത്യാവശ്യം ഗ്രോത്ത് ഉള്ള ഹെൽത്തി ആയിട്ടുള്ള ചെടികളൊക്കെ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. ഇപ്പൊ എന്തെങ്കിലും പൊട്ടയായിട്ടുള്ള ഒരു ചെടി അവിടെ കണ്ടാലും അവരതിന് നമുക്ക് റീസണബിൾ ആയിട്ടുള്ള പ്രൈസ് കുറച്ച് തരുന്നുണ്ട്. അപ്പൊ ഞാൻ നല്ലൊരു ചേട്ടനായിരുന്നു കേട്ടോ, ആലുവക്കാരനാണ് ആ പുള്ളിക്കാരൻ. അപ്പൊ പറയുമ്പോഴത്തേനും എനിക്ക് എല്ലാ ചെടിയും കൊണ്ടുവന്നത് ഇതാണോ മോനെ കൊണ്ടുവന്ന് കാണിച്ചിട്ട് മുന്തിരി തയ്യൊക്കെ ഉണ്ട് കേട്ടോ, വള്ളി പോലെ. അമ്പഴം, ചാമ്പയ്ക്ക കുറേ ഉണ്ട്. ഞങ്ങൾ അവിടെ നിന്നൊരു ചാമ്പയുടെ തൈ മേടിച്ചു. പിന്നെ ഒരു കറിവേപ്പ്, അതുപോലെ തന്നെ ബുഷ് ഓറഞ്ച് ഇല്ലേ അത്, പിന്നെ കുറച്ച് പച്ചക്കറിയുടെ തൈയും വിത്തുകളും മേടിച്ചു. വെള്ളം വേണ്ട, വെള്ളം ഞങ്ങളുടെ വീട്ടിലുണ്ട്. പൂവിന്റെ ഷേപ്പുള്ള വെള്ളമുണ്ട് ഞങ്ങളുടെ വീട്ടിലുണ്ട്. എന്റെ വീട്ടില് വാട്ടർ ക്യാബേജ് ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ അത്രയും ചെടികളൊക്കെ മേടിച്ച ചെടികളൊക്കെ ഞാൻ അടുത്ത ബ്ലോഗിൽ കാണിച്ചുതരാം. ഞാൻ വരുന്ന വഴിക്ക് ഷൂട്ട് ചെയ്യണം, വീഡിയോ എടുക്കണം, ചെടി നടണം, മരങ്ങൾ നടണം എന്നൊക്കെ ഓർത്താണ്. പക്ഷെ ഈ മഴ ഒന്നിനും അനുവദിക്കുന്നില്ല. അപ്പൊ അടുത്ത വീഡിയോയിൽ മഴ കുറഞ്ഞ ഇതിന്റെ അപ്ഡേറ്റ് ആയിട്ട് ഞാൻ വരാട്ടോ. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.